നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വേർബ് എന്താണെന്നാണ്. 2 ക്ലാസ്സിലായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വേർബ് എന്താണെന്ന് നോക്കിപ്പോയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് എന്താണെന്നാണ്. അപ്പോൾ ഈ ഗ്രാമർ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരോട് ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇതുവരെ പഠിച്ചു വന്നൊരു രീതിയിലല്ല ഗ്രാമർ പഠിക്കുന്നത്. പകരം വളരെ ഈസി ആയിട്ട് 3 ലെവലിലൂടെയാണ് പഠിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലെവലാണ് ടു നോ സം ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടേംസ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പിന്നെ അവരുടെ ക്യാരക്ടർ എന്തൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ടായിരിക്കും അവരോടൊന്ന് മിങ്കിളാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാമർ എന്നുള്ള ആ ഫാമിലിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം അറിയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ടൊരു സെൻറ്റൻസും അതിൻ്റെ ഫീച്ചേഴ്സും ടൈപ്സ് ഒക്കെ പറഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സെൻറ്റൻസിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നാണ്. അതിൽ വേർബ് എന്താണെന്ന് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പഠിച്ചു. ഇന്ന് ഈ സബ്ജക്റ്റിലേക്കാണ് നമ്മൾ നോക്കുന്നത്. എനിക്കറിയാം, ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു ഏരിയ ആണ്. പലപ്പോഴും സബ്ജക്റ്റും നൗണും തമ്മിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏരിയ ആണ്. അപ്പോൾ ആ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോസ്, അതായത് ഈ പ്ലേലിസ്റ്റിൽ കിടക്കുന്ന വീഡിയോസ് 1 by 1 ആയിട്ട് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമർ ക്ലിയർ ആയിട്ട് മനസ്സിലാകില്ല. അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാതെ വരുമ്പോഴാണ് ഗ്രാമർ ലേണിംഗ് ഒരു ബിഗ് ടാസ്ക് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? മൈ നെയിം ഇസ് ലക്ഷ്മി ബാബു ആൻഡ് വെൽക്കം ടു യൂറോകണക്ട് ഇംഗ്ലീഷ് അക്കാഡമി. പല ഡിക്ഷണറീസിലും സബ്ജക്റ്റിന്റെ ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇത് ഇങ്ങനെയാണ്: എ സബ്ജക്റ്റ് ഇൻ എ സെന്റൻസ് ഇസ് എ പേഴ്സൺ ഓർ തിങ് ക്യാരിങ് ഔട്ട് ആൻ ആക്ഷൻ. അതായത് ഒരു ആക്ഷൻ ചെയ്യുന്ന ആളെയോ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ ഇങ്ങനെ തിയറി അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കരുത്. പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് സെന്റൻസസ് എടുത്തിട്ട് അതിന് നമ്മൾ ആ തിയറി ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രം പഠിക്കുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ സെന്റൻസ് നോക്കി, ഷീ സിങ്സ് ദ സോങ് വെൽ. അതായത് ഈ സെന്റൻസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വെച്ച് പറയുവാണെങ്കിൽ ആദ്യം പഠിച്ചത് വേർബ് എന്താണെന്നാണ്. അപ്പോൾ ഇതിൽ വേർബ് എന്താണെന്ന് നോക്കിയേ. വെർബ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇവിടെ ഷീ സിങ്സ് ദ സോങ് വെൽ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റി സിങ്സ് ആണ്, അതായത് പാടുക എന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റി ഇത് വെർബാണെന്ന് പറഞ്ഞെങ്കിൽ ഇത് ചെയ്യുന്ന ആള്, അതല്ലേ നമ്മളിവിടെ പറഞ്ഞത്, ദ പേഴ്സൺ ഓർ തിങ് ക്യാരിങ് ഔട്ട് ആൻ ആക്ഷൻ. ഈ സിങ് പറയുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആള് ഷീ ആണ്. സോ ഇവിടെ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ബേസിക്കലി അത്രേ ഉള്ളൂ. ഡെഫിനേഷൻ വായിച്ച് നോക്കി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയില്ലെങ്കിൽ നേരെ ഇങ്ങനെ ഓർക്കുക, ആക്ടിവിറ്റി, ഒരു സെന്റൻസിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയും. ഇനി അല്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയണമെങ്കിൽ ഡൂവർ എന്നോർത്താൽ മതി. ഒരു കാര്യം ചെയ്യുന്ന ആള്, ഡൂവർ, അതാണ് സബ്ജക്റ്റ്. സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ഇവിടെ ആക്ഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗോയാണ്, ഗോയിങ് എന്ന് പറയുന്നതാണ്. സോ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ആരാ? ദേ ആണ്, അവരാണ് അല്ലേ. അപ്പോൾ ദേ എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡ് സെന്റൻസിലെ സബ്ജക്റ്റ്. അടുത്ത സെന്റൻസ് നോക്കിയാൽ, മൈ ബ്രദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്പീക്ക്, ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സോ സ്പീക്ക് എന്ന് പറയുന്നത് വേർബും ഈ വേർബ് ചെയ്യുന്ന ആള് എൻ്റെ ബ്രദർ ആണ്. സോ ബ്രദർ എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്റ്റ്. സോ ഫസ്റ്റ് 3 സെന്റൻസ് നോക്കുമ്പോൾ, ഷീ സിങ്സ് ദ സോങ് വെൽ, ദേ ആർ ഗോയിങ് ടു സ്കൂൾ, മൈ ബ്രദർ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി വെൽ. ഇങ്ങനെ 3 സെന്റൻസസ് നോക്കിയാൽ അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ, ദേ, ബ്രദർ എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാമെന്നറിയോ? എപ്പോഴും ഈ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യർ മാത്രം ആയിരിക്കില്ല സബ്ജക്റ്റായി വരിക. അതിന് വേറെ കുറച്ച് റൂൾസും കൂടെ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഒരു പ്ലേസ് ആകാം, ആനിമൽ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയോ ക്വാണ്ടിറ്റിയോ, ഈ 3-4 കാര്യങ്ങളും കൂടെ സബ്ജക്റ്റിന്റെ ഉള്ളിൽ വരും. എക്സാമ്പിൾ കാണിച്ചു തരാം. പ്ലേസ് എന്ന് പറയുമ്പോൾ കൊച്ചി ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി.
എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ് അല്ലേ? കൊച്ചി ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണ്. ബട്ട് ഇതിൽ നമുക്കൊരു ആളെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലേസ്, ആനിമൽ, ഐഡിയ വെച്ച് നോക്കുമ്പോൾ പ്ലേസ് വരും നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട്. ഇനി വേറൊരു സെന്റൻസ് നോക്കിയേ, ആനിമൽ സബ്ജക്റ്റ് ആയി വരുന്ന ഒരു സെന്റൻസ്. മൈ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി മാറ്റ്. ഓക്കെ, അപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാറ്റ് ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങുവാണെങ്കിൽ ഐ ക്യാൻ സേ മൈ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി മാറ്റ്. ഇവിടെ ആക്ടിവിറ്റി ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ബീയിങ് അല്ല, പകരം എൻ്റെ ക്യാറ്റ്, എൻ്റെ പെറ്റാണ്. സോ മൈ ക്യാറ്റ് എന്ന് പറയുന്നതാണ് ഇതിലെ സബ്ജക്റ്റ്. ഇനി ഐഡിയ ഓർ ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ പറയുന്നൊരു കാര്യമാണ് ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഈ ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. സോ ഇങ്ങനത്തെ ക്വാളിറ്റീസിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരും. ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ സബ്ജക്റ്റ് ബേസിക്കലി ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ആളാകാം. അത് ആൾ മാത്രമായിരിക്കില്ല എപ്പോഴും, ഒന്നെങ്കിൽ പ്ലേസ് ആകാം, ആനിമൽ ആകാം, അല്ലെങ്കിൽ ഒരു ഐഡിയ ഓർ ക്വാളിറ്റി ആകാം. ഇനി സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് സെന്റൻസസ്, ഈ സെന്റൻസസിലെ സബ്ജക്ട്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സബ്ജക്റ്റ് അതായത് ഒരു പേഴ്സൺ, ആനിമൽ, ക്വാളിറ്റി, ഐഡിയ, ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റ് ആക്കുക. അതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ആക്ടിവിറ്റി ചെയ്തല്ലോ അല്ലേ? ഇതിനകത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയോ? ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കാണും. അതായത് ഈ തന്നിട്ടുണ്ടായിരുന്ന സെന്റൻസുകളിൽ നോർമലി നമ്മൾ ഒരാളെ വെച്ച് മൈ ക്യാറ്റ് എന്നൊക്കെ വെച്ചാണ് പറഞ്ഞത്. പക്ഷേ ഈ തന്നിരുന്ന ഒരു സെന്റൻസിൽ മൈ ക്യാറ്റ് ആൻഡ് ഡോഗ് എന്നുണ്ടായിരുന്നോ? അപ്പോൾ ക്യാറ്റ് ആണോ ഡോഗ് ആണോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വന്ന സബ്ജക്റ്റ്. അതെന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സെക്കൻഡ് ഡൗട്ടാണ് സിംഗുലർ ഏത് പ്ലൂറൽ ഏതെന്ന്. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് സിംഗുലറും പ്ലൂറലുമാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കേട്ട് കൺഫ്യൂസ്ഡ് അടിച്ച സാധനമായിരിക്കും. പിന്നെ നമുക്ക് മിസ്റ്റേക്സുകൾ കൂടുതൽ പറ്റാനുള്ളൊരു ഏരിയയും കൂടിയാണ് സിംഗുലർ പ്ലൂറൽ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന റൂള് എപ്പോഴൊന്നും ഇവിടെ ആപ്ലിക്കബിൾ ആകില്ല. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ഒക്കെ ആയി പോകുന്നത്. അപ്പം അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആയി പോകേണ്ട, ഞാൻ പറയാം എന്താണ് സിംഗുലറും പ്ലൂറൽ എന്ന്. ഓക്കെ, സിംഗുലർ എന്ന് പറയുമ്പോൾ ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സിംഗുലർ, സിംഗിൾ, ഒന്നെന്നുള്ള കേസിൽ, അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഒന്നായിട്ട് വരുന്ന കേസുകളെയാണ് നമ്മൾ സിംഗുലർ എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്ലൂറൽ എന്ന് പറയുന്നത്. എന്തായിരിക്കണം? ഒന്നിൽ കൂടുതലായിരിക്കണം, 1+ ഓർ മോർ ദാൻ 1 ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇതാണ് ബേസിക് ഐഡിയ. ഒരു സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് അറിയാനുള്ള ബേസിക് ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ ഒരു സബ്ജക്റ്റ് ആണ് ഉള്ളതെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റും, ഒന്നിൽ കൂടുതൽ, അത് 2 തൊട്ട് എത്ര വേണമെങ്കിലും ആകാം, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊരു പ്ലൂറൽ സബ്ജക്റ്റും ആകും. എക്സാമ്പിൾ നോക്കിയേ, നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ആകാം, ആനിമൽ ആകാം, ഒരു തിങ്, ഒരു ഇങ്ങനത്തെ ഒരു സാധനം ആകാം, ഒരു പ്ലേസ് ആകാം, ഒരു ഐഡിയ, ക്വാളിറ്റി ഒക്കെ ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു മാർക്കർ ഉണ്ട്. ഞാൻ ഈ ബ്ലൂ മാർക്കർ വെച്ചിട്ടാണ് എഴുതുന്നത്. സോ ഇതിനെ ഞാൻ മാർക്കർ എന്ന് പറയും. അതായത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഒരെണ്ണേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഒന്നും കൂടെ ഉണ്ട്. സോ ഇപ്പം എത്രയായി? 1 + 1 2 ആയി. അപ്പം എനിക്കിത് കൗണ്ട് ചെയ്യാം 1 2 3 എന്നും പറഞ്ഞിട്ട്. സോ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മോർ ദാൻ 1 വരുമ്പോൾ പ്ലൂറൽ ആകും. ആ കേസിൽ മാർക്കേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി എൻ്റെ കയ്യിൽ ഡസ്റ്റർ ഉണ്ട്. ഈ ഡസ്റ്റർ ഒന്നേ ഉള്ളൂ. സോ അതിനെ നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് എന്നും പ്ലൂറൽ ആക്കുമ്പോൾ ഡസ്റ്റേഴ്സ് എന്നും പറയാൻ പറ്റും. ഇതാണ് ബേസിക് ഐഡിയ. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒന്നേ ഉള്ളൂ എങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റും, ഒരുപാടുണ്ടെങ്കിൽ മോർ ദാൻ 1 ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ സബ്ജക്റ്റും ആകും. ഇനി ഇതിൽ കൺഫ്യൂസ്ഡ് ആയി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമുക്ക് ഈ സാധനങ്ങളെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. വെള്ളത്തെ നമുക്ക് ഇങ്ങനെ 1 2 3 എന്നും പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇപ്പം എൻ്റെ ഈ ഹെയർ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഷുഗർ, സാൾട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ അറിയുക? ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്സ് വരുന്നത്. സോ
നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് കേസ് കൗണ്ടബിൾ ആയിരിക്കണം. ആ കൗണ്ടബിളിൽ ഒന്നായിരിക്കണം. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്നതിൽ ഒന്ന്. ഇപ്പൊ മാർക്കന്റെ ഡസ്റ്ററിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ല, അതുപോലെ 1 2 3 എന്ന് പറഞ്ഞ് എണ്ണാൻ പറ്റണം. എണ്ണാൻ പറ്റുന്നതിൽ ഒന്ന് ആയിട്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ ആയിരിക്കണം. അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഓൾറെഡി പറഞ്ഞു വിട്ടതുപോലെ വെള്ളം, ഓയില്, സാൾട്ട്, ഷുഗർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ അൺകൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അൺമെഷറബിൾ. അൺമെഷറബിൾ എന്ന് പറയുമ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഒരാളുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരാളുടെ പങ്ക്ച്വാലിറ്റി, ഒരാളുടെ ഓണസ്റ്റി ലെവൽ, ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത അൺമെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ സിംഗുലർ സബ്ജക്റ്റിലാണ് പറയുന്നത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നൊക്കെയല്ല പറയുക. അപ്പൊ അത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കേസുകൾ. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ നോ വൺ, നോ ബഡി, നത്തിങ് എന്നൊക്കെ പറയില്ലേ. സോ ഇങ്ങനത്തെ കാര്യങ്ങളും സിംഗുലർ സബ്ജക്റ്റിലാണ് വരിക. നോ വൺ ഈസ് ദെയർ ഇൻ ദ ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, 0 ആണ്. സോ അങ്ങനെ 0 ആയിട്ടുള്ള കേസുകളും സിംഗുലർ സബ്ജക്റ്റിലാണ് വരുന്നത്. ഇനി പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഒരൊറ്റ റൂളേ ഉള്ളൂ, ഇറ്റ് ഷുഡ് ബി കൗണ്ടബിൾ. അതായത് കൗണ്ടബിൾ ആയിരിക്കണം ആൻഡ് മോർ ദാൻ 1. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ മോർ ദാൻ 1 ആണെങ്കിലാണ് ഇത് പ്ലൂറൽ വരിക. ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ സബ്ജക്റ്റ് സിംഗുലറും ഉണ്ട് പ്ലൂറലും ഉണ്ട്. സിംഗുലർ എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആകാം, അൺകൗണ്ടബിൾ ആകാം, അൺമെഷറബിൾ ആകാം, പ്ലസ് നെഗറ്റീവ് ആകാം. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആയിരിക്കണം, പ്ലസ് മോർ ദാൻ 1 ഉണ്ടായിരിക്കണം. ഇത്രയേ ഉള്ളൂ സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. അപ്പൊ ഇത് ക്ലിയർ ആയോന്നറിയാൻ നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടെ ചെയ്ത് നോക്കാം. അതിൽ നിന്ന് സിംഗുലർ സബ്ജക്ട് ഏത്, പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആൻഡ് യു ഹാവ് ഓൺലി 20 seconds. ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ സബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ്, അതായത് ഡൂവർ ആണ്. ദെൻ എപ്പോഴും ഇതൊരു പേഴ്സൺ മാത്രം ആകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ആൻ ആനിമൽ, ഐഡിയ, ക്വാളിറ്റി, പ്ലേസ്, തിങ് ഓർ പ്രോപ്പർട്ടി. ഇതിൽ എന്ത് വേണമെങ്കിലും സബ്ജക്റ്റായി വരാം. പ്ലസ് സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിയുടെ ആൻസർ കാണാം. നിങ്ങൾക്ക് നമ്മുടെ ഗ്രാമർ പോർഷന്റെയും വൊക്കാബുലറിയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ടെലഗ്രാമിന്റെ വാട്സാപ്പിന്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് ഈ സിംഗുലർ സബ്ജക്റ്റിനെ എങ്ങനെ പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറ്റാന്നാണ്. അതിന് കുറച്ച് റൂൾസ് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഗ്രാമറിന്റെ പ്ലേ ലിസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ബൈ.